ഹലോ. വൈകുന്നേരം ഞാൻ കടയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ആദം പറയുന്നത്, ഇങ്ങനെ കാട്ടാളനെ പോലെ മുടിയും വെച്ചുകൊണ്ട് പോകുന്ന എൻ്റെ ഹിന്ദി ടീച്ചർ എൻ്റെ കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോകണമല്ലോ, എന്തായാലും അങ്ങറ്റം വരെ പോകണം. അപ്പോൾ പിന്നെ കിച്ചൂപ്പൻ്റെ മുടിയും കൂടി മുട്ട അടിക്കാമെന്ന് പറഞ്ഞും കൊണ്ട് എടുത്തു. പരുത്തിക്കുഴിയിലാണ് ആദമിന് മുടി വെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. ഭീമാപള്ളിയിൽ മുടി വെട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ കൊച്ച് നമ്മൾ പറയുന്ന പോലെ വെട്ടിത്തരും. ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ചിക്കു ഭയങ്കര വിഷമ മൂഡിൽ, കിച്ചു ഉണ്ടാകുന്നത് വരെ ചിക്കുവാണ് എൻ്റെ കൂടെ എവിടെ പോകാനും വരുന്നത്. പിന്നെ ഇപ്പോൾ അവൻ കുഞ്ഞായതുകൊണ്ടും കരയുന്നതുകൊണ്ടും അവനെ എടുത്തും കൊണ്ടാണ് നടത്തുക. എങ്കിലും ഇടയ്ക്കൊക്കെ ചിക്കുവിനെ കൊണ്ടുപോകും. അപ്പോൾ വീട്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ വലിയ തിരക്കൊന്നും കാണുന്നില്ല. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായി. ഇവിടെ ഭീമാപള്ളി UP സ്കൂളിലും ഭീമാപള്ളിയുടെ ബാക്കിലും ബദ്രിയ ആ നഗറിലൊക്കെയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ 10 ഏക്കർ മൈതാനം. കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും വലിയവർ നടക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ 10 ഏക്കർ മൈതാനിയിലാണ് ഈ ഉറൂസിന് വരുന്ന വണ്ടികളില്ലേ, അതൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ. ഇപ്പോൾ ദിവസം ചെല്ലും തോറും ഭീമാപള്ളിയിൽ വരുന്ന ആളുകൾ ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ ഞങ്ങളിവിടുത്തെ റോഡ് ഭയങ്കര ചെറിയ റോഡാണ്. അപ്പോൾ അത് കാരണം ഒന്നും പിന്നെ പാർക്കിംഗ് ഏരിയയും വളരെ കുറവാണ്. അപ്പോൾ അത് കാരണം സ്കൂളിലും ഇവിടെയൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യും. അങ്ങനെ ഷോപ്പിലെത്തിയപ്പോഴത്തേക്കും ഒരാൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്ത്. പിന്നെ ആദമിൻ്റെ മുടിയിൽ താജ്മഹൽ പണിതു. ഈ കൊച്ചില്ലേ, ഈ മുടി വെട്ടുന്ന കൊച്ച് നമ്മൾ എന്ത് മോഡൽ പറഞ്ഞാലും അതുപോലെ ചെയ്യും കേട്ടോ. അപ്പോൾ ആദമിന് എക്സിക്യൂട്ടീവ് കട്ടിങ്ങാണ് ചെയ്യാൻ പറയുന്നത്. അത് അവൻ കൃത്യമായിട്ട് അതേപോലെ ചെയ്തു തരും. അത് കാരണം ഞാൻ ഭീമാപള്ളിയിൽ നിന്ന് പരുത്തിക്കുഴി വരെ വരും. അങ്ങനെ കിച്ചുപ്പൻ്റെ മുടിയും കംപ്ലീറ്റ് എടുത്ത് കോലം തന്നെ അങ്ങ് മാറിപ്പോയി. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ, ബായ്.